ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നിഫ്റ്റിനെ കുറിച്ചും ബാങ്ക് നിഫ്റ്റിനെ കുറിച്ചുമാണ്. ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക്ഔട്ട് നടത്തിക്കൊണ്ട് 23,500 ബ്രേക്ക് ചെയ്തു. ഒരു 23,575 മുകളിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും താഴത്തേക്ക് വന്ന് ഒരു കൺസൾട്ടേഷൻ എടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ലെവലിൽ. അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പീരി ആണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട് നിഫ്റ്റിയിൽ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുക എന്ന്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെഫറൻസ് താഴെ പോയിട്ടുണ്ട്. റെഫറൻസ് എടുത്തുകൊണ്ട് 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിൽ റെഫറൻസ് എടുത്തു. ഇവിടെ റെഫറൻസ് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ലെവലിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 23,500 അതുപോലെ തന്നെ 23,575. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ലെവലിലാണ് ഈ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നൊരു റേറ്റ് ഓഫ് സ്പ്രീ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ച് മുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ തിരിച്ച് ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡൗണിലേക്ക് പോന്നാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത്, നമ്മൾ നോക്കേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് 23,525 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് നിഫ്റ്റിയിൽ നോക്കേണ്ടത്. നമുക്കൊരു സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമുക്ക് 23,450 താഴേക്ക് പോയി മാത്രം സെല്ലിങ്ങിലേക്കൊക്കെ വലിയ രീതിയിൽ സെല്ലിങ്ങിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് താഴത്തേക്ക് വീണ്ടും സപ്പോർട്ട് എടുത്തിരിക്കുന്ന 50,100 എന്ന് പറയുന്ന മേഖലയിൽ മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്ത ഒരു മേഖലയിൽ തന്നെ സപ്പോർട്ട് എടുത്ത മുകളിലേക്ക് പോയി 50,563 എന്ന് പറയുന്ന ഒരു പുതിയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. അതിന് മുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് മേഖല വേറെയുണ്ട്. 51,126 റെസിസ്റ്റൻസ് മേഖലയാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുത്ത മേഖല തന്നെ അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ട്രയാങ്കിളൊക്കെ വരച്ച് നമുക്ക് കിട്ടും. ആ ട്രയാങ്കിളിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ 50 മിനിറ്റിലേക്ക് നമ്മൾ നോക്കേണ്ടത് 50,563 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ് നമുക്ക് റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ടുള്ളത്. നാളെ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ലെവലിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 50,100 എന്ന് പറയുന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. സൈഡ് വേസ് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലെവലിൽ തന്നെയായിരിക്കും മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും ബയ്യേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ബയ്യേഴ്സ് വരികയാണെങ്കിൽ 50,563 നമ്മൾക്കൊരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി 51,126 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് സെല്ലിങ്ങിലേക്കാണ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉള്ളത് 50,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ട്. ഈ ലെവലിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകാൻ സാധ്യത.